ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് നമുക്കിനി ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ദി ലാസ്റ്റ് 30 days എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ പരീക്ഷ മാത്തമാറ്റിക്സ്. ഇപ്പോൾ ബഹുഭൂരിപക്ഷ സ്കൂളിനകത്തുള്ള നിങ്ങളുടെ മോഡൽ എക്സാം എല്ലാം തന്നെ അവസാനിച്ച് ഒരു സ്റ്റഡി ലീവിലേക്കായിരിക്കും എല്ലാവരും പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. മക്കളെ, ആദ്യമായിട്ട് കാര്യം പറയുന്നു, എന്നാണ് നിങ്ങളുടെ മോഡൽ എക്സാം അവസാനിക്കുക എന്ന് എല്ലാവരും ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ പറയുക. വേറെ ഒന്നുമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ മോഡൽ എക്സാം കഴിയാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ പാഠം മുതൽ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുന്നു. ചാപ്റ്ററിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മൾ 2025-ലെയും 24-ലെയും 23-ലെയും എല്ലാ PVQs നമ്മൾ വീണ്ടും ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മൾ കേസ് സ്റ്റഡീസ് വീണ്ടും ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മൾ അസസ്മെന്റ്സ് വീണ്ടും ചെയ്യാൻ വേണ്ടി പോകുന്നു. MCQ സീരീസുമായിട്ട് വരുന്നു. അങ്ങനെ ഒരുപാട് സീരീസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന എല്ലാ സീരീസുകളും ആരംഭിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് അറിയേണ്ട കാര്യം, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ മോഡൽ എക്സാം ഇന്ന് കഴിയും. മോഡൽ എക്സാം തീരുന്നതിനനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സുകളുമായി ഏറ്റവും ഗംഭീരമായിട്ട് വരുന്നതായിരിക്കും. February 17th നിങ്ങളുടെ ബോർഡ് എക്സാം ആരംഭിക്കുന്നു മാത്തമാറ്റിക്സ് വെച്ച്. സോ എനിക്ക് ഉറപ്പാണ്, ഏകദേശം ഒരു 15 days-ഓളം നിങ്ങൾ എന്താണ് മാത്സ് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കും. ഒരു ദിവസം ഒരു പാഠം വെച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അറൗണ്ട് 14 days ആവശ്യമുണ്ടോ മാത്സ് പഠിക്കാനായിട്ട്. ആൻഡ് ദെൻ അവസാന ദിവസം വീണ്ടും എല്ലാം റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കൂടി ബാക്കി. അപ്പോൾ അങ്ങനെ ഒരു 15 days ആയിരിക്കും നിങ്ങൾ എല്ലാവരും മാത്സിന് വേണ്ടി മാറ്റിവെക്കുന്നത്. മാത്സിന് വേണ്ടി 15 days മാറ്റിവെക്കുമ്പോൾ എല്ലാവരും ആലോചിക്കുക, സയൻസിന് നമുക്ക് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടാവും? ഗ്യാപ്പ് ഉണ്ടാവില്ല. ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്ക് സയൻസ് പഠിക്കാൻ വേണ്ടിയുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നിമിഷം നിങ്ങൾ സയൻസും സോഷ്യലും എല്ലാം തന്നെ ഏറ്റവും ഗംഭീരമാക്കി മാറ്റണം. ഫുൾ ചാപ്റ്ററും ഫുൾ കോൺസെപ്റ്റും അതിൻ്റെ PYQs എല്ലാം തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കണം. ആൻഡ് ദെൻ ലാസ്റ്റ് 15 days മുഴുവൻ സമയം മാത്സ് പഠിക്കുക എന്നല്ല നമ്മൾ ഒരിക്കലും ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ലിഷർ ടൈമിൽ, അതായത് മോർണിംഗ് നമ്മൾ മാത്സ് ഗംഭീര പഠിക്കുന്നു, ഗംഭീര വർക്ക് ചെയ്തു. ആൻഡ് ഉച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എല്ലാം വീണ്ടും ഇതാണ് റിവൈസ് ചെയ്യുന്നു. ആൻഡ് ദെൻ വീണ്ടും നൈറ്റ് ആകുമ്പോൾ മാത്സ് പഠിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോർമുലയ്ക്ക് നമ്മൾ എത്തണം. ആൻഡ് ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കേണ്ട നിമിഷമാണിത്. ഈ പറയുന്നത് അവസാനത്തെ ഒരു മാസം ഏറ്റവും ഗംഭീരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന ഗ്രേഡ്സ് എല്ലാം തന്നെ ഏറ്റവും ഗംഭീരമായിരിക്കും. നമുക്ക് ഇനിയും ഏറ്റവും ഗംഭീരമായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. ഏറ്റവും ഉഷാറോടുകൂടെ തന്നെ ഫുൾ മാർക്ക് അടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വർക്ക് ചെയ്യൽ മാത്രമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോണ്ടന്റുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരും മക്കളെ. അതുപോലെ തന്നെ ഇപ്പോൾ നിൽക്കുന്നതാണ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 15% ഓഫ് ഉണ്ടാവുന്നതായിരിക്കും. അതിനുവേണ്ടി എല്ലാവരും ഉപയോഗിക്കേണ്ട കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞാൽ NY15 ആണ്. ഒപ്പം തന്നെ എനിക്ക് ഒന്നും കൂടി സൂചിപ്പിക്കാനുണ്ട്, വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫസ്റ്റ് ബോർഡ് എക്സാമിന് ശേഷം നമുക്കൊന്നാണ് സെക്കൻഡ് ബോർഡ് എക്സാം ഉണ്ട്. സെക്കൻഡ് ബോർഡ് എക്സാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ആരംഭിച്ച പോലെ തന്നെ എൻഡ് ഗെയിം ബാച്ച് ആരംഭിക്കുന്നുണ്ടാവും. സോ ഈ കാണുന്ന എൻഡ് ഗെയിം ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 100% ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ചിനകത്തുള്ള എല്ലാ ക്ലാസ്സുകളും ഏറ്റവും ഗംഭീരമായി കണ്ടുകൊണ്ട് ഏറ്റവും ഉഷാറായി പഠിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാം. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം Xylem Learning. സോ സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങളിലേക്ക് വരും. ടിൽ ദെൻ, ബൈ.